ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ഫെബ്രുവരി 3 ബിഷപ്പായ വിശുദ്ധ അൻസ്ഗറിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ വിശുദ്ധനായ വിശുദ്ധ അൻസ്ഗറിൻ്റെ പിൻഗാമിയായി ജർമ്മനിയിലെ ഹാംബർഗ് ബ്രെമനിലെ ആർച്ച് ബിഷപ്പായി വിശുദ്ധ റിംബർട്ട് സ്ഥാനമേറ്റു. വിശുദ്ധ അൻസ്ഗറിനേക്കാൾ ഏകദേശം 30 വയസ്സ് ഇളയതായിരുന്നു വിശുദ്ധ റിംബർട്ട്. ഒരു യുവ സന്യാസിയായിരിക്കുമ്പോൾ അൻസ്ഗറിനെ കണ്ടുമുട്ടിയിരുന്നു. ഒടുവിൽ റിംബർട്ട് അൻസ്ഗറിൻ്റെ ജീവിതത്തിലെ നിരവധി അടുത്ത വിവരങ്ങൾ അറിയാമായിരുന്നതിനാൽ അദ്ദേഹം സ്ഥിരം കൂട്ടാളിയായി. അൻസ്ഗറിൻ്റെ മരണശേഷം റിംബർട്ട് അദ്ദേഹത്തെക്കുറിച്ച് വിശദമായ ഒരു ജീവചരിത്രം എഴുതി. ഇന്നത്തെ വിശുദ്ധനെക്കുറിച്ചുള്ള അതേ അടുത്ത അറിവ് നമുക്ക് ആധുനിക ഫ്രാൻസിലെ അമിയൻസ് പട്ടണത്തിലെ ഒരു കുലീന ജർമ്മനിക് കുടുംബത്തിലാണ് അൻസ്ഗർ ജനിച്ചത്. അദ്ദേഹത്തിന് ഏകദേശം 5 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. പിതാവ് അദ്ദേഹത്തെ കോർബിയയിലെ ബെനഡിക്റ്റൈൻ മോൺസ്ട്രിയിൽ താമസിക്കാൻ അയച്ചു. അവിടെ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ആശ്രമത്തിലെ ആദ്യ വർഷങ്ങളിൽ അൻസ്ഗർ ബാലിശമായ രീതിയിലാണ് പെരുമാറിയത്. എപ്പോഴും മറ്റു ആൺകുട്ടികളുമായി തമാശ പറഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ വിശ്വാസത്തെയോ പഠനത്തെയോ അദ്ദേഹം അത്ര ഗൗരവമായി എടുത്തിരുന്നില്ല. എന്നിരുന്നാലും ഒരു രാത്രിയിൽ തൻ്റെ ഭാവിയുടെ ഗതി നിശ്ചയിക്കുന്ന നിരവധി ദർശനങ്ങളിൽ ആദ്യത്തേത് അദ്ദേഹത്തിന് ലഭിച്ചു. പരിശുദ്ധ അമ്മ തൻ്റെ പിന്നാലെ മറ്റ് നിരവധി സ്ത്രീകളുമായി വരുന്നത് അദ്ദേഹം കണ്ടു. മറ്റുള്ളവരിൽ സ്വന്തം അമ്മയും ഉണ്ടായിരുന്നു. അമ്മയുടെ അടുത്തേക്ക് വരാനും അവരോടൊപ്പം ആയിരിക്കാനും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പരിശുദ്ധ അമ്മ അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് അദ്ദേഹം അങ്ങനെ ചെയ്തുവെന്ന് മറുപടി നൽകി. അപ്പോൾ പരിശുദ്ധ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ കൂട്ടുകെട്ട് പങ്കിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാത്തരം മായയിൽ നിന്നും ഓടിപ്പോകണം. ബാലിശമായ തമാശകൾ ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ ഗൗരവം കണക്കിലെടുക്കണം. കാരണം വ്യർത്ഥവും ലാഭകരവുമായതുമായ എല്ലാം ഞങ്ങൾ വെറുക്കുന്നു. അത്തരം കാര്യങ്ങളിൽ ആനന്ദിക്കുന്ന പലർക്കും നമ്മോടൊപ്പം ഉണ്ടാകില്ല. അൻസ്ഗറിന് അത് ഒരു പുതിയ വിശ്വാസ യാത്രയുടെ തുടക്കമായിരുന്നു. അൻസ്ഗർ ഒരു കൗമാരക്കാരനായപ്പോൾ അദ്ദേഹം തൻ്റെ ഭക്തിയിൽ വഴുതി വീഴാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിന് മറ്റൊരു ദർശനം ലഭിച്ചു. അത് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം മരണത്തെ അതിജീവിച്ചു. തുടർന്ന് ശുദ്ധീകരിക്കപ്പെട്ട 1000 വർഷങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് ചെലവഴിച്ചു. തുടർന്ന് ശുദ്ധീകരിക്കപ്പെട്ട സ്വർഗത്തിൻ്റെ സ്വർഗീയ മഹത്വങ്ങളിൽ പ്രവേശിച്ചു. സ്വർഗത്തിൽ അദ്ദേഹം മാലാഖമാരെയും വിശുദ്ധന്മാരെയും മധ്യത്തിൽ താൻ ആരാധിച്ചിരുന്ന ദൈവപുത്രനെയും കണ്ടു. ലോകം മുഴുവൻ നിറഞ്ഞ ഏറ്റവും വ്യത്യസ്തമായ ശബ്ദത്തിൽ യേശു അവനോട് സംസാരിച്ചു. പോയി രക്തസാക്ഷിത്വം വരിച്ച എൻ്റെ അടുക്കിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു. 822 21 വയസ്സിൽ ഒരു സന്യാസിയായി അവകാശപ്പെട്ട അൻസ്ഗറിനെ കോർവേയിലെ ആശ്രമം നടത്താൻ സഹായിക്കുന്നതിനായി ഒരു മിഷനറിയായി ആധുനിക ജർമ്മനിയിലേക്ക് അയച്ചു. അവിടെ നിന്ന് ആധുനിക ഡെൻമാർക്കിൻ്റെ പുറജാതീയ പ്രദേശത്തിലേക്ക് വടക്കോട്ട് നീങ്ങി. 829 2 വർഷത്തേക്ക് ജർമ്മനിയിലേക്ക് മടങ്ങിയ ശേഷം പ്രസംഗിക്കുവാൻ, വിശ്വാസത്തിലേക്കും മതപരിവർത്തനം നടത്തുന്നവരെ നേടാനും അൻസ്ഗറിനെ കൂടുതൽ വടക്കോട്ട് സ്വീഡനിലേക്ക് അയച്ചു. 2 വർഷത്തിന് ശേഷം 831 ആധുനിക ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ എന്നിവിടങ്ങളിലേക്ക് മിഷനറിമാരെ അയക്കാൻ ചുമതലപ്പെടുത്തിയ വടക്കൻ ജർമ്മനിയിലെ ഒരു പുതിയ രൂപതയായ ഹാംബർഗ് ബ്രെമനിലെ ആർച്ച് ബിഷപ്പായി അൻസ്ഗറിനെ നിയമിച്ചു. അടുത്ത 35 വർഷക്കാലം ബിഷപ്പ് അൻസ്ഗർ സ്വന്തം രൂപതയെ സ്ഥിരപ്പെടുത്തുന്നതിനും വടക്കൻ പ്രദേശങ്ങളിലെ പുറജാതിയെ സുശേഷവൽക്കരിക്കുന്നതിനും അക്ഷീണം പ്രവർത്തിച്ചു. അദ്ദേഹം വിദ്യാലയങ്ങൾ, പള്ളികൾ, ആശുപത്രികൾ, ആശ്രമങ്ങൾ എന്നിവ നിർമ്മിക്കുകയും യുദ്ധങ്ങൾ, അധിനിവേശങ്ങൾ, തൻ്റെ പള്ളികളുടെ കണ്ടുകെട്ടൽ, നാശം എന്നിവ സഹിക്കുകയും ചെയ്തു. മറ്റു ബിഷപ്പുമാരുമായി അദ്ദേഹം പ്രവർത്തിച്ചു.
രാജാക്കന്മാരുമായി സൗഹൃദം സ്ഥാപിച്ചു. പുറജാതിയരുടെ വൈക്കിങ്ങുകളുടെയും ഭീഷണി നേരിട്ടു. പക്ഷേ തൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം തുടർന്നു. ദരിദ്രരെ സമർപ്പണത്തോടെ സമീപിച്ചു. തൻ്റെ സന്യാസ ഭരണമനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ചു. തൻ്റെ മാംസം ദഹിപ്പിച്ചു. പതിവായി അപ്പവും വെള്ളവും കഴിച്ച് ഉപവസിച്ചു. രക്തസാക്ഷിത്വത്തിൻ്റെ കിരീടം ആഗ്രഹിച്ചതിനാൽ അദ്ദേഹം ദൈവത്തിനും അചഞ്ചലമായ സുവിശേഷവൽക്കരണത്തിനും സ്വയം ത്യാഗപൂർവം സമർപ്പിച്ചു. തൻ്റെ മെത്രാൻ പദവിയുടെ 34-ാം വർഷത്തിൽ 64 വയസ്സുള്ളപ്പോൾ ബിഷപ്പ് അൻസ്ഗർ കുടൽ അനുബാധയാൽ മാസങ്ങളോളം കഠിനമായ കഷ്ടപ്പാടുകൾ സഹിച്ചു. ആ രോഗത്തിലുടനീളം നമ്മൾ ദൈവത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ സ്വീകരിക്കുന്നു, നാം തിന്മ സ്വീകരിക്കേണ്ടതല്ലേ എന്ന ഇയ്യോബിൻ്റെ വാക്കുകൾ അദ്ദേഹം പലപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. മരിക്കുന്നതിനു മുമ്പ് തൻ്റെ രൂപതയുടെയും ദൗത്യങ്ങളിലൂടെയും ശരിയായ ഭരണത്തിന് അദ്ദേഹം ക്രമീകരണങ്ങൾ ചെയ്തു. എല്ലാം തയ്യാറായി മരണക്കിടക്കയിലായിരുന്നപ്പോൾ, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ലൂക്ക 18-ാം അധ്യായം 13-ാം വാക്യം. പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ലൂക്ക 23-ാം അധ്യായം 46-ാം വാക്യം തുടങ്ങിയ വിവിധ തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അവസാന ശ്വാസം വരെ പ്രാർത്ഥിച്ചു. വിശുദ്ധ അൻസ്ഗർ രക്തസാക്ഷിയായി മാറിയില്ല, മറിച്ച് മരണത്തിൻ്റെ ഭാരമേറിയ കുരിശുകൾ, നിസ്വാർത്ഥ സുശേഷീകരണം, അക്ഷീണമായ ഭരണം, ധീരമായ യാത്രകൾ, തൻ്റെ സന്യാസ വിളിയോടുള്ള വിശ്വസ്തത എന്നിവ വഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിച്ചു. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരു യഥാർത്ഥ രക്തസാക്ഷിയായി അദ്ദേഹം തൻ്റെ കർത്താവിലേക്ക് മടങ്ങി. വിശുദ്ധ അൻസ്ഗറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെയുള്ള സേവനത്തിൽ ഒരു ത്യാഗപരമായ ജീവിതം നയിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ എന്ത് ബന്ധനങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്? നിങ്ങൾ മനസ്സോടെ സ്വീകരിക്കേണ്ട കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്? ഏത് കുരിശാണ് നിങ്ങൾ എടുത്തു വഹിക്കേണ്ടത്? ക്രിസ്തുവിന് വേണ്ടി സ്വയം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ മഹാനായ വിശുദ്ധനെ അനുകരിക്കുക. കാരണം നിത്യമായി കൂടുതലുള്ളത് കണ്ടെത്താനുള്ള ഏക മാർഗം അതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ അൻസ്ഗർ, ദൈവം അങ്ങേ വിളിക്കുന്നത് അങ്ങ് കേട്ടു. വലിയ തീക്ഷ്ണതയോടും ധൈര്യത്തോടും കൂടി ആ വിളിക്ക് ഉത്തരം നൽകി. അങ്ങയുടെ അധ്വാനത്തിലൂടെ ദൈവം അനേകരെ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗപൂർവം എൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ തീക്ഷ്ണതയെ അനുകരിക്കുവാൻ എനിക്കും കഴിയട്ടെ എന്ന് ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അവസാനം വരെ എൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് ആത്മാവിൽ ഒരു യഥാർത്ഥ രക്തസാക്ഷിയാകാൻ ഞാൻ അങ്ങേപോലെ തന്നെ അനുവദിക്കട്ടെ. വിശുദ്ധ അൻസ്ഗർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.